സാധാരണയായി താങ്ങുമരങ്ങളിൽ കയറ്റി വളർത്തുന്ന കുരുമുളക് പറിക്കാനുള്ള ബുദ്ധിമുട്ട്, സ്ഥലപരിമിതി എന്നിങ്ങനെ നോക്കിയാൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കുറ്റിക്കുരുമുളക്. ഇതുപോലെ ചെറിയ പോട്ടുകളിൽ ഒരു 10 ചെടി മുറ്റത്തോ ടെറസിലോ കുറ്റിക്കുരുമുളക് നട്ടാൽ 1 വർഷത്തേക്കുള്ള കുരുമുളക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. നല്ല രീതിയിൽ സൂര്യപ്രകാശം ആവശ്യമായ ഒരു പ്ലാന്റാണ് കുറ്റിക്കുരുമുളക്. പോട്ടുകളിൽ കുറ്റിക്കുരുമുളക് നടുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല വിളവ് തന്നെ നമുക്കിതിൽ നിന്നും ലഭിക്കും. അത്യാവശ്യം വലിയ പോട്ടുകൾ തന്നെ ഇതിനായി തിരഞ്ഞെടുക്കുക. പോട്ടുകളിൽ കുറ്റിക്കുരുമുളകിൻ്റെ തൈകൾ എങ്ങനെ നടാമെന്ന് നമുക്ക് നോക്കാം. കുമ്മായം ചേർത്ത് പുളിപ്പ് മാറ്റിയ മണ്ണിലേക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ട്രൈക്കോഡർമ എന്നിവ ചേർത്ത് ഇളക്കി പോട്ടുകളിലേക്ക് നിറച്ചു വെച്ച മണ്ണാണിത്. നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മിക്സ് ഒരുക്കാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. പോട്ടിംഗ് മിക്സിൻ്റെ കൂടെ ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, മണൽ എന്നിവ കൂടെ ചേർത്താൽ മണ്ണിന് നല്ല അയവ് കിട്ടുന്നതാണ്. നല്ല രീതിയിൽ തന്നെ കുരുമുളകിന് വളപ്രയോഗം ആവശ്യമാണ്, പോട്ടുകളിൽ നടുമ്പോൾ പ്രത്യേകിച്ചും. ജൈവ രീതിയിലാണ് കുരുമുളക് പരിപാലിക്കുന്നതെങ്കിൽ പച്ചച്ചാണകം പുളിപ്പിച്ച് നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഇലകളിൽ തളിച്ചും കൊടുക്കാം. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് മാസത്തിൽ 1 തവണ കൊടുക്കാം. ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, കമ്പോസ്റ്റ് വളങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാസത്തിൽ 1 തവണ കൊടുക്കുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ചെടികൾക്ക് മുരടിപ്പ് ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ രാസവളം കൊടുക്കാം. യൂറിയ, സൂപ്പർ ഫോസ്ഫേറ്റ്, പൊട്ടാഷ് എന്നിവ 1/2 സ്പൂൺ വീതം എടുത്ത് ഒരു ചെടിക്ക് എന്ന കണക്കിൽ ചെടിയുടെ തടത്തിൽ നിന്നും മാറി ഇട്ടുകൊടുക്കാം. 3 മാസത്തിൽ 1 തവണ ഇങ്ങനെ ചെയ്യാം. കുരുമുളകിന് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ദ്രുതവാട്ടം. ദ്രുതവാട്ടത്തിന് കാരണം ഫൈറ്റോപ്തോറ എന്ന സൂക്ഷ്മ കുമിൾ ആണ്. ദ്രുതവാട്ടം ഉണ്ടായാൽ ചിലപ്പോൾ ചെടി പൂർണ്ണമായും നശിച്ചു പോകുന്നതാണ്. വേരുകൾക്കുണ്ടാവുന്ന ക്ഷതങ്ങൾ ഇതിന് ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ കുരുമുളകിന് വളപ്രയോഗം നടത്തുമ്പോൾ ചുവട്ടിൽ ഒരുപാട് കൊത്തി കിളച്ച് മറിക്കാതിരിക്കുക. ദ്രുതവാട്ടം തടയാനായി മണ്ണിൽ പ്രവർത്തിക്കുന്ന ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളങ്ങളിൽ ചേർത്ത് സമ്പുഷ്ടീകരിച്ച് ചെടികളുടെ ചുവട്ടിൽ ഇട്ടുകൊടുക്കുന്നത് നല്ലതാണ്. കുരുമുളക് ചെടികൾക്ക് നല്ല രീതിയിൽ ദിവസവും 1 നേരമെങ്കിലും നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നനയ്ക്കുന്നത് രാവിലെ തന്നെയാവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വർഷം മുഴുവൻ കുരുമുളക് കിട്ടണമെങ്കിൽ വളപ്രയോഗം മാത്രമല്ല, നനയും പ്രധാനമാണ്. കുരുമുളകിന് നന കൊടുക്കുമ്പോൾ ചെടിയുടെ മുകളിലും ഇലകളിലും നനയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കുരുമുളകിൻ്റെ പരാഗണം അഥവാ പോളിനേഷൻ നടക്കുന്നത് വെള്ളത്തിലൂടെയാണ്. കുരുമുളകിന് പരാഗണം നടത്താൻ സഹായിക്കുന്ന വസ്തു വെള്ളമാണെന്ന് തന്നെ പറയാം. താങ്ങുമരങ്ങളിൽ വളരുന്ന കുരുമുളകിന് മഴവെള്ളത്തിലൂടെ പരാഗണം നടക്കുന്നുവെങ്കിൽ കുറ്റിക്കുരുമുളകിനെ നമ്മൾ നനച്ചു കൊടുത്ത് പരാഗണത്തിന് സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. ചെടികളെ സ്നേഹിക്കുന്നവർ ഇതുപോലെ 4 ചെടിയെങ്കിലും മുറ്റത്തോ ടെറസിലോ ചെറിയ പോട്ടുകളിലാക്കി വളർത്താൻ ശ്രമിക്കണേ.